ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. ആക്ച്വലി ഞാനെന്താ എത്ര പതുക്കെ സംസാരിക്കുന്നതെന്നല്ലേ, ഇന്ന് അന്നമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അന്നമ്മ റൂമിലുണ്ട്, ഞാൻ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ലുലുലു പോകാം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അറിയാം, ലുലുലു പോകാമെന്ന് പറയുമ്പോൾ കേക്ക് വാങ്ങാനാണ്, സർപ്രൈസ് ആണെന്നൊക്കെ. പക്ഷേ സർപ്രൈസ് വേറെയാണ്. ആക്ച്വലി ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെയും ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്, ലുലുവിൽ ചെന്നിട്ടാട്ടാ. അപ്പം ലുലു എത്തുന്നോടം വരെ എന്തായാലും അന്നമ്മ എന്താ ബർത്ത്ഡേയുടെ സർപ്രൈസ് കേക്ക് ആ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ ബസ്സൊക്കെ കയറി ലുലുവിലേക്ക് ബസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു നൊസ്റ്റു ഫീലൊക്കെയാണ്. അപ്പം അന്നമ്മ എന്നോട് കേക്ക് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മൈൻഡൊന്നും ചെയ്യാണ്ട് പോസൊക്കെ ഇട്ടിരിക്കുകയാണ്. ചായയപ്പം ഞങ്ങൾ ലുലുവിൽ വന്നിട്ട് അന്നമ്മ അതിൻ്റെ ഒരു ആകാംക്ഷയിൽ നടക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് അറിയാവുന്നത് കൊണ്ട് വളരെ പോസൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നതൊക്കെ. ലുലു കണ്ടതിൻ്റെ ഒരു ആകാംക്ഷയും പിന്നെ കേക്ക് കിട്ടുമല്ലോ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അന്നമ്മ. ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റൊന്നുമില്ല കേട്ടോ. പിന്നെ ലുലുവിൻ്റെ അകത്ത് കയറിയപ്പോൾ അന്നമ്മയുടെ കുറച്ച് ഷോ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നു, വീഡിയോ ആണ്. അതിനൊക്കെ പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പറ്റില്ല എന്നെ കാണുന്നത് ഗൈസ്. അന്നമ്മയാണെങ്കിൽ എന്നോട് ഓരോ സാധനം വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഞാനൊന്നും വാങ്ങിക്കൊടുക്കില്ല. അതെങ്കിലും വാങ്ങിത്തരുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ നോ എന്ന് തലയാട്ടി. ക്യാമറയുടെ പുറകിലായതുകൊണ്ട് എന്നെ കാണാൻ പറ്റുന്നില്ലാത്തതാണ്. അന്നമ്മ വെച്ചിട്ടിങ്ങ് പോരെ, ബാ. ചട്ടയൊക്കെ പോയി എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊന്നും വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ തലക്കെട്ടടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതന്നെ എറണാളൊക്കെയല്ലേ ഒരു കേക്ക് വാങ്ങിയേക്കാന്ന് ഓർത്തിട്ടാണ്. തപ്പുന്നുണ്ട് കേട്ടോ, കുറേ ആയി. കഴിഞ്ഞ വർഷം ബ്ലൂബെറി വാങ്ങിയിട്ട് അത് വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഈ വർഷം അന്നമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വാങ്ങുമെന്നാണ്. ക്രീം കേക്കെല്ലാം അവർ പേര് എഴുതി തരും. അറിയത്തില്ല, ഡ്രീം കേക്കൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അന്നമ്മ 30 എടുക്കും, 30. അത് തല വെച്ചോ? ഓക്കെ ഗൈസ്, അന്നമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്നമ്മയ്ക്ക് തല തൊപ്പി വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തല തൊപ്പി വെപ്പിച്ചിട്ടുണ്ട് അന്നമ്മയുടെ. ഞാൻ തിരിച്ചു വെച്ചത് 30 എടുക്കും, 30. അന്നമ്മയുടെ വയസ്സ് കാണിക്കുന്നുണ്ട്. 1 വയസ്സൊന്നും പിന്നെ ഈ മുതിക്കുക. 12 തികഞ്ഞതേ ഉള്ളൂ. കുഞ്ഞു കിട്ടിയേ വലിപ്പം മാത്രം വെച്ചതേ ഉള്ളൂ. ശരിയാ, ബുദ്ധിന്റെ വളർച്ചയായിരിക്കും പറഞ്ഞേക്കുന്നത്. 12ന്റെ പോലും ഇല്ല. ഏജ് റിവീൽ ചെയ്യാൻ പോവാണ്. ഇത്രയും കാലം ആൾക്കാര് തപ്പി നടന്ന രഹസ്യം ഇതാണ്. ഓക്കെ, ഇതാണ് ഇനിയുള്ള ഏജ്. ഈ വർഷം അന്നമ്മ ഇതിലായിരിക്കും ഉണ്ടാവുക. ഗൈസ്, ഫൈനലി ഡോൺ എനിക്ക് കേക്കൊക്കെ വാങ്ങി തന്നു. എന്തൊക്കെയോ കുത്തിക്കുറിച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഔട്ട്ലുക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അന്നമ്മ എന്നോട് പറയാണ്, ഞാൻ കേക്ക് വാങ്ങി തന്നു, പക്ഷെ ലാസ്റ്റ് പൈസ അവൾ തന്നെ കൊടുക്കണമെന്ന്. ഇങ്ങനെ സൈക്കോളജിക്കൽ മൂവ്. അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ കേക്ക് വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നമ്മ അതിൻ്റെ കാശ് കൊടുക്കണമല്ലോ. പിന്നെ ഞങ്ങൾ ഇതുവഴിയൊക്കെ പോയി ബില്ലടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്നമ്മയ്ക്ക് കേക്ക് കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര ആകാംക്ഷ, ഹാപ്പിയാണ് ഫേസിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ചെറിയൊരു വിഷമം കാണുന്ന ആ കേക്കിൽ കൊണ്ടിട്ട് അവർ റോസ് കളറിൽ റൈറ്റിങ്സ് എഴുതി. അതിഷ്ടമായില്ല എന്നുള്ളതാണ് എന്നോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീർഘനേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ഞാൻ പറഞ്ഞു അതിലങ്ങ് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി. പിന്നെ അന്നമ്മ അതുകൊണ്ടങ്ങ് ഹാപ്പി ആയിട്ടുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാണ് പറഞ്ഞ സർപ്രൈസ്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. പക്ഷെ ആ സർപ്രൈസായ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്തിനുള്ളിൽ അന്നമ്മ സർപ്രൈസായി. പിന്നെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അത് ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളത് എടുത്തില്ല. പിന്നെ അന്നമ്മ കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അന്നമ്മ. കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ അന്നമ്മയും ഹാപ്പിയായി. 27-ാം തീയതി അന്നമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ച് ആശംസ അറിയിച്ചു. കേക്ക് മുറിച്ചപ്പോൾ വീഡിയോ കോളിലൂടെ കണ്ടു. എനിക്ക് ഒരു പീസ് കേക്ക് കിട്ടി. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിള്ളേരെ വക സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോൾ കൊളീഗ്സിൻ്റെ വക അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഗിഫ്റ്റെല്ലാം കിട്ടി. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു.
ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു. അന്നമ്മ സർപ്രൈസ് ആയതുപോലെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കേക്ക് കട്ട് കഴിഞ്ഞ് സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നപ്പോഴേ ഹോസ്റ്റലിലെ പിള്ളേരെ വക അടുത്ത സർപ്രൈസ്. ഒരുപാട് പേര് വിഷും സർപ്രൈസും കാര്യങ്ങളൊക്കെ തന്നു. എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ. അടുത്തൊരു നമുക്ക് ബർത്ത്ഡേ വ്ലോഗ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോ.